നാളികേര വില കുതിച്ചുയരുമ്പോഴും വിളവില്ലാതെ കർഷകർ സങ്കടത്തിൽ. തെങ്ങുകൾക്ക് രോഗങ്ങൾ പിടിപെട്ടതാണ് പ്രധാന കാരണം. വലിയ തെങ്ങിൻ തോപ്പുകൾ ഉണ്ടായിരുന്ന പാലക്കാട് ജില്ലയിലെ തമിഴ്നാടിനോട് അതിർത്തി പങ്കിടുന്ന ഭാഗങ്ങളിൽ രോഗവ്യാപനം രൂക്ഷമാണ്. പച്ച ഓലകളാൽ സമ്പുഷ്ടമായിരുന്ന തെങ്ങിൻതോപ്പുകളെല്ലാം ഇന്ന് കരിഞ്ഞുണങ്ങിയ അവസ്ഥയിലാണ്. തെങ്ങുകൾക്ക് വ്യാപകമായി പിടിപെട്ട രോഗങ്ങളാണ് കർഷകരെ ദുരിതത്തിലാക്കിയത്. മണ്ടചീയൽ, വെള്ളപ്പാറ്റയുടെയും ചെള്ളിന്റെയും ശല്യം, മഞ്ഞളിപ്പ് രോഗം എന്നിവയാണ് തെങ്ങുകളെ വ്യാപകമായി ബാധിച്ചത്. രോഗബാധ മൂലം പാലക്കാട് തമിഴ്നാട് അതിർത്തി പ്രദേശങ്ങളിലെ തെങ്ങിൻതോപ്പുകളെല്ലാം നശിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒപ്പം കർഷകരുടെ ജീവിതമാർഗവും. ഇവിടെ വന്നിട്ട് കൃഷി തെങ്ങ് തന്നെ ഒക്കെ പോയി. കരിച്ചൽ നോവ്, ശെമ്പാള നോവ്, തുളകറ് നോവ്. തേങ്ങയ്ക്ക് വിളയുണ്ട് ഈ പ്രദേശത്തിൽ ഒന്നില്ല. അയ്യാവ് ജില്ല പറയുന്ന പ്രദേശം, കൂളക്കൗണ്ട് ജില്ല, കുണ്ണങ്കാട്ടുപതി, ഇവിടെ കൃഷിക്കാർ മുഴുക്ക് തെങ്ങ് മുഴുക്ക് നശിച്ചു. പിത്തരോഗം, കൂർത്തുക്കട്ട, മഞ്ചക്കാമാള പോലെ നോവ് ഉള്ളതാണ്. ഇതാ കണ്ടാലേ അറിയൂ തെങ്ങ് ഇതാണ് ഇവിടെ പ്രശ്നം. കർഷകർക്ക് തേങ്ങയ്ക്ക് വിളയുണ്ട്, അത്രയ്ക്ക് ഇവിടെ ഒന്നും ഇല്ല. തെങ്ങുണ്ട്, തേങ്ങയില്ല. മുഴുക്ക രോഗമാണ്. കർഷകർ മുറുക്ക് കടക്കണിയിലും കടപ്പാടിലാണ് ഉള്ളത്. കള്ളുചെത്തിനായി മറ്റു ജില്ലകളിൽ നിന്നും കൊണ്ടുവന്ന ചെളി കൂമ്പിൽ തേച്ചതിനാലാണ് അണുബാധ ഉണ്ടായത് എന്നാണ് കർഷകർ പറയുന്നത്. നിലവിലുള്ള തെങ്ങിൻ തോപ്പുകളിൽ ജാതിക്ക, കവുങ്ങ് എന്നിവ ഇടവിളയായി കൃഷി ചെയ്താണ് വരുമാനമാർഗം കർഷകർ കണ്ടെത്തുന്നത്. കേന്ദ്ര സർക്കാർ ആവശ്യത്തിന് വളങ്ങൾ കേരളത്തിന് അനുവദിക്കാത്തതും കൃഷിയെ ബാധിച്ചിട്ടുണ്ട്. 10-15 വർഷങ്ങൾക്ക് മുൻപ് നല്ല വിളവ് ലഭിച്ചിരുന്ന പ്രദേശമാണ് പാലക്കാട് ജില്ലയിലെ കൊഴിഞ്ഞാമ്പാറ പഞ്ചായത്തിലെ വിവിധ നാളികേര കൃഷി ചെയ്യുന്ന ഗ്രാമങ്ങൾ. എന്നാൽ ഇന്ന് കീടരോഗങ്ങളുടെ പ്രതിസന്ധി മൂലം വലിയ രീതിയിലുള്ള നഷ്ടമാണ് കർഷകർക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. സച്ചിൻ വള്ളിക്കാട്, കൈരളി ന്യൂസ്, പാലക്കാട്.